അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയോട് പറയും, നബിയെ എനിക്ക് അങ്ങയെ ഒന്ന് കാണണം നബിയെ. നോക്കൂ, ഈ കാണല, എനിക്ക് അങ്ങയെ ഒന്ന് കാണണം. നബി തങ്ങൾ പറയും, വേണ്ട അബൂബക്കർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് നബി തങ്ങൾ ഒരു മലഞ്ചെരിവിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോകും. എന്നിട്ട് എന്നാ നോക്കിക്കോ എന്ന് പറയും. ഒരൊറ്റ മാത്ര കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീഴും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങളെ കാണാൻ പറ്റിയില്ല എന്ന്. നബി തങ്ങളുടെ ശരീരം കാണാൻ നബി തങ്ങളുടെ പിതൃവ്യനായ അബ്ദുൽ മുത്തലിബ് അബൂ താലിബ് ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കുട്ടിക്കാലത്ത് നബി തങ്ങൾ കൊച്ചു കുട്ടിയായിരുന്ന കാലത്ത്, കുട്ടിക്കാലത്ത് നബി തങ്ങളുടെ ശരീരം ഒന്ന് കാണാൻ, നമ്മൾ പല സന്ദർഭങ്ങളിൽ നബി തങ്ങളുടെ ശരീരത്തിന് നഗ്നത പ്രദർശിപ്പിക്കപ്പെട്ട ഒരു സന്ദർഭം പോലും ഉണ്ടായില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണ വേളയിൽ നബി തങ്ങൾ വസ്ത്രം ഉപേക്ഷിച്ചില്ല. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. നബി തങ്ങളുടെ നഗ്നത ആരും കണ്ടില്ല. കൊച്ചുകുട്ടിയായിരിക്കുന്ന കാലത്തുള്ള നബി തങ്ങളുടെ ശരീരം കാണാനുള്ള കൗതുകം അബൂ താലിബിന് എങ്ങനെയാണ് ഉണ്ടായത്? കാണാത്തത് കൊണ്ടാണല്ലോ. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അബൂ താലിബ് നബിയോട് പറഞ്ഞു, വസ്ത്രം അഴിച്ചു വെച്ചിട്ട് കിടന്നുറങ്ങാൻ. ഈ ഉപ്പയോടുണ്ടാകുന്ന സ്നേഹം കൊണ്ട് സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് നബി തങ്ങൾ വസ്ത്രം അഴിച്ചു വെച്ച് കുട്ടിക്കാലത്ത് ഒരു കട്ടിലിൽ കിടന്നുറങ്ങി. കൗതുകത്തോടെ അബൂ താലിബ് നബി തങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കി. അപ്പോൾ നബി തങ്ങളുടെയും അബൂ താലിബിൻ്റെയും ഇടയിൽ ഒരു തിരശ്ശീലയുണ്ടായിരുന്നു. ആ തിരശ്ശീല മാറ്റിയിട്ട് നോക്കി. അപ്പോൾ നബി തങ്ങളുടെ ശരീരത്തിൽ ഒരു വസ്ത്രം ഉണ്ടായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഗ്നമായ ശരീരം കാണാൻ ആർക്കും പറ്റിയിട്ടില്ല. നബി തങ്ങളുടെ ശരീരം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് നിറം എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും, ചുവപ്പ് കലർന്ന വെളുപ്പായിരുന്നു എന്ന് പറയും. നബി തങ്ങളുടെ നിറം ചുവപ്പ് കലർന്ന വെളുപ്പായിരുന്നു എന്നത് എത്രമാത്രം ശരിയാണ്? അങ്ങനെയേ പറയാൻ കഴിയൂ. അങ്ങനെ അവർക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ അവർ നമുക്ക് പറഞ്ഞു തരികയാണ്. കണ്ടവർ, അനുഭവിച്ചവർ. ചെമപ്പായിരുന്നോ? അല്ല. വെളുപ്പായിരുന്നോ? അല്ല. ചെമപ്പും വെളുപ്പും ചേർന്നതായിരുന്നു. നബി തങ്ങളുടെ ശരീരം ചുവപ്പ് കലർന്ന വെളുപ്പായിരുന്നു. അങ്ങനെ പറഞ്ഞു തരാൻ കഴിയൂ. അത് അവരുടെ ഒരു നിസ്സഹായതയാണ്, അവരുടെ ഒരു കുറവാണ്, ഒരു ബലഹീനതയാണ്. എങ്ങനെയാണ് നമുക്ക് ഒന്നിനെ ഇങ്ങനെ ഉപമിച്ച് പറഞ്ഞു തരാൻ പറ്റുക? സ്വർഗത്തിൽ നമുക്ക് ഉറുമാമ്പഴമുണ്ട് എന്ന് പറയും. സ്വർഗത്തിൽ ഉറുമാൻ പഴമുണ്ട്. സ്വർഗത്തിൽ മറ്റൊരു പഴമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപം എന്താണ്? അത് ദീർഘചതുരാകൃതിയിലാണോ, വൃത്താകൃതിയിലാണോ, നീണ്ടിട്ടാണോ, ഉരുണ്ടിട്ടാണോ എന്നൊരു സംശയം നമുക്കുണ്ടാവും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മളോട് പറഞ്ഞു തന്നില്ല. നമുക്ക് അനുഭവവേദ്യമായ ഒരു പഴത്തെ ഉപമയായി നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നു. ഉറുമാമ്പഴമുണ്ട് സ്വർഗത്തിൽ. ആ ഉറുമാമ്പഴം ഇങ്ങനെ ചെമന്ന് തുടുത്ത് മനോഹരമായ പുറന്തൊലിയുള്ള, അടർത്തിയാൽ നിറയെ അല്ലികളുള്ള, അതിൽ നിന്ന് ഒന്നെടുത്ത് അതിൻ്റെ അടരിൽ നിന്നൊന്ന് അടർത്തിയെടുത്ത് നാവിൽ വെച്ചാൽ വലിയ രുചിയുള്ള ഒരു പഴം. ഇതിന് സമാനമായ പഴങ്ങളുണ്ട് എന്നാണ്. അത് ഈ ഉറുമാമ്പഴമാണോ? അല്ല. ഈ ഉറുമാമ്പഴം നമുക്ക് അതിലേക്ക് ഇങ്ങോട്ട് എത്താനുള്ള ഒരു ഉപമയാണ്. പാലിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുപ്പുള്ള, തേനിനേക്കാൾ മധുരമുള്ള, ഇതൊക്കെ ഒരു ഉപമയാണ്. ഇതിനേക്കാൾ വെളുപ്പിൻ്റെ പാരമ്യം നിങ്ങളോട് പറയാൻ പറ്റുന്ന ഒന്നില്ല. ഇതിനേക്കാൾ മധുരത്തിൻ്റെ പാരമ്യം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന മറ്റൊന്നില്ലാത്തത് കൊണ്ട് തേനിനെ ഉപമിക്കുന്നു. അപ്പോൾ അത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനുള്ള കഴിവില്ലാതെ വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ പറഞ്ഞ് സങ്കീർണമാക്കണമെന്ന് പിന്നെയും അങ്ങനെയൊക്കെയാണോ? നബിതങ്ങളുടെ നിറം, നബിതങ്ങളുടെ രൂപം, നബിതങ്ങളുടെ മുഖകമലം അത് അർദ്ധവൃത്താകൃതി, പൂർണ്ണ വൃത്താകൃതിയിലായിരുന്നില്ല, അത് ദീർഘവൃത്തവുമായിരുന്നില്ല. നോക്കൂ, കണ്ടോ, പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അത് പൂർണ്ണ വൃത്തമായിരുന്നില്ല, അത് ദീർഘവൃത്തവുമായിരുന്നില്ല. എന്നാലോ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഏറ്റവും സൗന്ദര്യം തുളുമ്പുന്ന മുഖകമലമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നബി തങ്ങളെ ദൂരെ നിന്ന് ഒരാൾ കണ്ടാൽ, എന്നാൽ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ആ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത നഷ്ടപ്പെട്ടതുപോലെ തോന്നണ്ടേ? സാധാരണയിൽ നമ്മൾ ന്യൂനതകൾ കണ്ടെത്തൂലേ? അങ്ങനെ ഒരു ന്യൂനതയില്ല. ദൂരെ നിന്ന് കാണുന്നത് എങ്ങനെയാണോ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് അടുത്ത് നിന്ന് സൗന്ദര്യം കാണാം.
അപ്പോൾ കാണുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കാഴ്ചയാണ്. നബി തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നബി തങ്ങളുടെ കൺതടത്തെക്കുറിച്ച് പറയും, ഈ കൺപീലിയെ കുറിച്ച് പറയും, നെറ്റിത്തടത്തെക്കുറിച്ച് പറയും. അങ്ങനെ നബി തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് മുഴുവൻ നമുക്ക് ഈ നബി തങ്ങളെ കണ്ടവർ പറഞ്ഞു തരും. അവരുടെ വാഗ്വൈഭവം ഉപയോഗിച്ച്, അങ്ങനെ അവരുടെ വാഗ്വൈഭവം ഉപയോഗിച്ച് ഏറ്റവും മനോഹരമായി നമുക്ക് നബി തങ്ങളെ പറഞ്ഞു തരാൻ പറ്റുന്നത് ആർക്കായിരിക്കും പറഞ്ഞു തരാൻ കഴിയുക? കവികൾക്കായിരിക്കും. ആരാണ് കവി? നമ്മൾ കണ്ടതിനേക്കാൾ സൂക്ഷ്മമായി ഒന്നിനെ കാണുന്നവരെയാണ് നമ്മൾ കവി എന്ന് വിളിക്കുക. പോരാ, നമ്മൾ കണ്ടതിലും വ്യക്തതയോടെ നമുക്ക് വാക്കുകൊണ്ട് കാണിച്ചു തരുന്നവരാണ് കവി. അതാണ് കവി എന്ന് പറഞ്ഞത്. അങ്ങനെ ഏറ്റവും മനോഹരമായി, ഏറ്റവും സ്പഷ്ടമായി, ഏറ്റവും വ്യക്തമായി, ഏറ്റവും സുതാര്യമായി എന്ന വണ്ണം നമുക്ക് ഒരാളെ വാക്കുകൊണ്ട് പറഞ്ഞു തരുന്ന ഒരാളെ നമുക്ക് കവി എന്ന് വിളിക്കാം. വിശ്വവിഖ്യാതനായ കവി, വിശ്വോത്തരനായ കവി, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടകവി, പേര് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ കാണുന്ന കാഴ്ചയെക്കുറിച്ച് പറഞ്ഞു തരും നമുക്ക്. നബിതങ്ങൾ ആരാണ്? നബിതങ്ങൾ ചന്ദ്രനാണ്? അല്ല. നബിതങ്ങൾ സൂര്യനാണ്? അല്ല. സൂര്യനും അല്ല, ചന്ദ്രനും അല്ല. പിന്നെ ആരാണെന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, നബിതങ്ങൾ സൂര്യനും ചന്ദ്രനും ഒന്നായി ചേർന്നതാണ്. സൂര്യചന്ദ്രൻ ഒന്നായി ചേർന്നതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നബിതങ്ങളുടെ മുഖത്തേക്ക് ഞാൻ ദീർഘസമയം നോക്കി നിന്നിട്ടില്ല. അങ്ങനെ നോക്കി നിൽക്കുക സാധ്യമല്ല. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നബിതങ്ങളുടെ മുഖത്ത് നിന്ന് പ്രവഹിക്കുന്ന പ്രകാശം എൻ്റെ കണ്ണിലേക്ക് അടിച്ചു വീശും. അങ്ങനെ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. എൻ്റെ കണ്ണിന് അന്ധത ബാധിക്കുമോ എന്ന് ഞാൻ പേടിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ചയുടെയും എൻ്റെ കണ്ണിൻ്റെയും മുഖത്തിൻ്റെയും എൻ്റെ കണ്ണിൻ്റെയും ഇടയിൽ ഇങ്ങനെ തിരശ്ശീല പിടിക്കും. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇത് കവിയുടെ വർണ്ണനയല്ല. നബിതങ്ങളുടെ ശരീരത്തെക്കുറിച്ച്, നെറ്റിയെക്കുറിച്ച് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇരുട്ടുള്ള രാത്രിയിൽ ആ നെറ്റിത്തടം വിളക്കുപോലെ പ്രകാശിക്കും. പരിസരത്ത് മുഴുവനും പ്രകാശം ഉണ്ടാകും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി നമുക്ക് പറഞ്ഞു തരും. അർദ്ധരാത്രിയിൽ ഞാൻ സൂചിയിൽ നൂലുകോൽ കോർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂചി എൻ്റെ കയ്യിൽ നിന്ന് താഴെപ്പോയ സൂചി എനിക്ക് പരതിയെടുക്കാൻ വിളക്ക് കത്തിക്കേണ്ടി വരും. ഞാൻ വിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിചാരിതമായി പരിശുദ്ധരായ ത്വഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു. നബിതങ്ങളുടെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രകാശത്തിൻ്റെ പ്രതിഫലനത്തിൽ ആ സൂചി വെട്ടിത്തിളങ്ങി. എനിക്ക് വിളക്ക് കത്തിക്കാതെ ആ സൂചി എടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. നബിതങ്ങളുടെ ശരീരത്തിൽ രാത്രികാലങ്ങളിൽ പൊടിയുന്ന വിയർപ്പിന് വെള്ളിയുടെ തിളക്കമുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നബിതങ്ങളുടെ ശരീരത്തിൻ്റെ വിശേഷമാണിത്. അപ്പം ഇങ്ങനെയുള്ള നബിതങ്ങൾ, ഈ നബിതങ്ങളുടെ സൗന്ദര്യം തന്നെയും നമ്മൾ എടുത്താൽ, ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും ഒരു സംശയം ഉണ്ടല്ലോ അല്ലേ? സാധാരണക്കാരനായ നബി, ഒരു അസാധാരണത്വവുമില്ലാത്ത നബി, നബിയുടെ ശരീരം സാധാരണ മനുഷ്യൻ്റെ ശരീരം എന്നൊക്കെ പറഞ്ഞു പോകുന്നത്, എന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ വിഡ്ഢിത്തം വേറെ ഇല്ല. നബിതങ്ങളുടെ ശരീരം സാധാരണ, അവൻ ഞാൻ വെറും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് നബിതങ്ങൾ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അതിൻ്റെ താല്പര്യം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും മാതൃകയായി വന്നയാൾ. നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മളെങ്ങനെയാണ്, നമ്മുടെ പ്രഭാതം എങ്ങനെയായിരിക്കണം, പ്രദോഷം എങ്ങനെയായിരിക്കണം, നമ്മളെങ്ങനെ വെള്ളം കുടിക്കണം, നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കണം, നമ്മളെങ്ങനെ നഖം മുറിക്കണം, നമ്മളെങ്ങനെ മുടി മുറിക്കണം, നമ്മളെങ്ങനെ നടക്കണം, നമ്മളെങ്ങനെ വിസർജ്യം ചെയ്യണം, നമ്മളെങ്ങനെ ശൗച്യം ചെയ്യണം, നമ്മളെങ്ങനെ സംസാരിക്കണം, നമ്മൾ നമ്മുടെ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം, മാതാവിനോട് എങ്ങനെ പെരുമാറണം, പിതാവിനോട് എങ്ങനെ പെരുമാറണം, ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ പരിഹരിക്കണം, നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നം, കുടുംബ പ്രശ്നം, സാമൂഹ്യ പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നം, വ്യക്തിപരവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിൻ്റെ സമൂലം പ്രശ്നങ്ങൾക്ക് പരിഹാരം, അത് പഠിപ്പിക്കാൻ വന്നവരാണ് പരിശുദ്ധരായ ത്വഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
അങ്ങനെ വരുന്ന ഒരാൾ മനുഷ്യർക്ക് മാതൃകയായി മനുഷ്യരെ പോലെ ഇവിടെ ജീവിക്കണം. അതാണ് സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞത്. അപ്പൊ അസാധാരണത്വം എന്ന് പറഞ്ഞാൽ അസാധാരണമായ ശരീരം. ഈ അസാധാരണമായ ശരീരത്തെക്കുറിച്ച് അറിയാൻ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് യാത്ര, ആകാശാരോഹണം. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക്, മദീനയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശം കടന്നു. എന്നിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനം സാധ്യമല്ല. എൻ്റെ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടം വരെ എനിക്ക് വരാൻ പറ്റുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി എന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം ആ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഒരടി മുന്നോട്ട് വെച്ചു. ആ ഒരടി മുന്നോട്ട് വെച്ചതിലും വേഗതയിൽ ജിബ്രീൽ അലൈഹിസ്സലാം പിന്നാക്കം പോന്നു. അങ്ങോട്ട് എനിക്ക് പ്രവേശനം സാധ്യമല്ല, അങ്ങോട്ട് ഞാൻ പ്രവേശിച്ചാൽ ഞാൻ ചാരമായി പോകും എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. ആരാണ് ജിബ്രീൽ? പ്രകാശമാണ് ജിബ്രീൽ. പ്രകാശമായ ജിബ്രീലിന് നിഷേധിക്കപ്പെട്ട, പ്രകാശമായ ജിബ്രീലിന് പ്രവേശിച്ചാൽ ചാരമായി പോകുന്ന, പ്രകാശമായിരിക്കുന്ന ജിബ്രീലിന് അപ്രാപ്യമായ ഒരു ലോകത്തേക്ക് ഈ മനുഷ്യ ഉടലുമായി, സാധാരണ മനുഷ്യൻ്റെ ഈ ശരീരവുമായി പരിശുദ്ധരായ ത്വാഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കടന്നു, പ്രവേശിച്ചു. എന്നിട്ട് അള്ളാഹുവുമായി കണ്ടു, സംസാരിച്ചു. എങ്ങനെ കണ്ടു, എങ്ങനെ സംസാരിച്ചു? അമ്പും വില്ലും ചേരും പ്രകാരം. മൂസാ നബി അള്ളാഹുവിനെ കാണാൻ വേണ്ടി തുരിസിനാ പർവ്വതത്തിൻ്റെ മുകളിൽ വന്ന് നിന്ന സംഭവം നമുക്കറിയാം. തുരിസിനാ പർവ്വതം പപ്പടം പോലെ പൊടിഞ്ഞുപോയി. മൂസാ നബി ബോധം കെട്ട് വീണു. അള്ളാഹുവിനെ കണ്ടില്ല. അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു അംശം അത് ദർശിക്കാനുള്ള ശാരീരികമായ, ബാഹ്യമായ, ആന്തരികമായ സിദ്ധിയില്ലാത്ത, അങ്ങനെ ഒരു വിശേഷമില്ലാത്ത മൂസാ നബിയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നു. അതേ ശരീരവുമായി ഉടുപ്പ് മാറ്റിയിട്ടല്ല, ഇതേ ശരീരവുമായി തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശയാത്ര നടത്തുന്നു, അള്ളാഹുവുമായി സന്ധിക്കുന്നു. ഇതൊക്കെ നിഷേധിച്ചാൽ പിന്നെ വിശ്വാസിയാവില്ല. നമ്മുടെ കയ്യിലുള്ള നിസ്കാരം ആ യാത്രയുടെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ സമ്മാനമാണ്. അത് നിഷേധിച്ചാൽ പിന്നെ നിസ്കാരമില്ല. അത് നിഷേധിച്ചാൽ പിന്നെ നമുക്ക് വിശ്വാസിയായിട്ട് ജീവിക്കുക സാധ്യമല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇങ്ങനെ കണ്ടു തീർക്കാവുന്നതല്ല. അതാണ് ഉവൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടില്ല, നബി പത്നിമാർ കണ്ടില്ല, നബി തങ്ങളെ ശരിയായ അർത്ഥത്തിൽ ആരും കണ്ടില്ല. അങ്ങനെ കാണുക സാധ്യമല്ലെന്ന്. സാധാരണ മനുഷ്യ ശരീരമല്ല. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, അവർ ആസ്വദിച്ചു. അങ്ങനെ നബി തങ്ങളെ കണ്ട് ആസ്വദിക്കുന്ന ആ സമൂഹത്തിന് നബി തങ്ങളുടെ ചുറ്റും നിന്നവർക്ക് മാറാൻ പറ്റിയില്ല. കാഴ്ചയുടെ സുഖം മാത്രമല്ല, എല്ലാറ്റിൻ്റെയും സുഖം, കാഴ്ചയുടെ സുഖമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ആ സുഖമാണ് നമുക്ക് നിഷേധിക്കപ്പെട്ടത് കേട്ടോ. നമ്മൾ ഹതഭാഗ്യവാന്മാരാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കലെങ്കിലും കാണാനുള്ള ഭാഗ്യം സിദ്ധിക്കാതെ പോയ ഭൂമിയിലെ ഏറ്റവും വലിയ ഹതഭാഗ്യർ, നമ്മളെക്കാൾ വലിയ ഹതഭാഗ്യർ വേറെ ഇല്ല. കാരണം അത്രയും കുളിരുള്ള ഒരു കാഴ്ച നമുക്ക് വേറെ കാണാനില്ല. അത്രയേ ഉള്ളൂ. നബിതങ്ങളുടെ ഈ കാഴ്ചയുടെ മനോഹാരിതയെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത്. നബിതങ്ങളുടെ ശബ്ദത്തിൻ്റെ സൗകുമാര്യത, ശബ്ദത്തിൻ്റെ സൗന്ദര്യം അത് ചെറുതല്ല. ശബ്ദത്തിൻ്റെ സൗന്ദര്യത്തെയാണ് നമ്മൾ സംഗീതം എന്ന് പറയാറുള്ളത്. നബിതങ്ങളുടെ ശബ്ദം ഏറ്റവും മനോഹരമായ ശബ്ദം. എന്നാൽ അതെങ്ങനെയാണ്? ഇങ്ങനെ ആളുകളുടെ ചെവിയിൽ തുളച്ചു കയറുമോ? അത് അലോസരം സൃഷ്ടിക്കുകയോ? ഇല്ല. അറഫയിലെ പ്രഭാഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന സഹാബിമാർ നബിതങ്ങളുടെ പ്രഭാഷണം കേട്ടു. ലൗഡ് സ്പീക്കറിലൂടെയല്ല, വിളിച്ചു പറയാൻ ഒരാൾ ഇങ്ങനെ കൂടെ നിർത്തിയിട്ട് പറഞ്ഞത് ഏറ്റുപറഞ്ഞ് കേട്ടതല്ല. നേർക്കുനേരെ അവർ കേട്ടു. അവർ കേൾക്കാൻ വേണ്ടി ഒന്ന് ആഞ്ഞിരിക്കേണ്ടി വന്നോ? കേൾക്കാത്തത് കൊണ്ടൊന്ന് ചെവി കൂർപ്പിച്ചിരിക്കേണ്ടി വന്നോ? ഇല്ല. കേട്ടിട്ട് അവരുടെ ചെവിയിൽ മുഴക്കം ഉണ്ടായിട്ട് അവർക്ക് അസ്വസ്ഥത ഉണ്ടായോ? ഉണ്ടായില്ല. പിന്നെ എങ്ങനെ കേട്ടു? ഏറ്റവും മനോഹരമായി ഓരോ വാക്കും അവരുടെ ഹൃദയത്തിൽ വന്ന് പതുക്കെ വന്ന് വീഴും പ്രകാരം കേട്ടു. ആരെങ്കിലും കേൾക്കാതെ പോയോ? ആരും കേൾക്കാതെ പോയില്ല, എല്ലാവരും കേട്ടു. അത്ര മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി തങ്ങളുടെ വാചകത്തിൻ്റെ സൗന്ദര്യം, വാക്കിൻ്റെ സൗന്ദര്യത്തെയാണ് നമ്മൾ കവിത എന്ന് വിളിക്കാറുള്ളത്.
നബി തങ്ങളുടെ വാചകത്തിൻ്റെ സൗന്ദര്യം അത് ഇപ്പോഴും പഠന വിധേയമാക്കുകയാണ്. നബി തങ്ങളുടെ വചനത്തിൻ്റെ സൗന്ദര്യം, ഹദീസിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സാഹിത്യാത്മകത, ഏറ്റവും മനോഹരമായ വചനങ്ങളായിരുന്നു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണിരുന്നത്. ഇനി നബി തങ്ങളുടെ ശരീരത്തിൻ്റെ വിശേഷം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ ഒന്ന് സ്പർശിച്ചാൽ അനസ് റളിയല്ലാഹു അൻഹു പറയും, പട്ടുമെത്തയിൽ കൈവച്ചത് പ്രകാരമായിരുന്നു. ആ കൈ ഇങ്ങോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് തോന്നാറില്ല. മഞ്ഞ് കണത്തിൻ്റെ മുകളിൽ കൈവച്ചതുപോലെ അത്രയും ഒരു കുളിര്, ഒരു സുഖം ഞങ്ങൾ അനുഭവിക്കും എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. നബി തങ്ങളുടെ ഗന്ധം, അതിൻ്റെ ആ സുഗന്ധം, നബി തങ്ങൾ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോയാൽ ഞങ്ങൾക്കറിയാം നബി തങ്ങൾ ആ വഴിയിലൂടെ നടന്നു പോകുന്നുണ്ടെന്ന്. അതെങ്ങനെ ഞങ്ങൾ അറിയും? ആ വഴിയിൽ നബി തങ്ങൾ പ്രവേശിച്ചാൽ നബി തങ്ങളെ തഴുകി തലോടി കടന്നു വരുന്ന കാറ്റ് ഞങ്ങൾക്ക് മുന്നേ വന്നത് പറഞ്ഞു തരും. അല്ലാഹുവിൻ്റെ റസൂൽ, സുഗന്ധത്തിൻ്റെ രാജകുമാരൻ ഈ വഴിയുടെ അങ്ങേ അറ്റത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ വിയർപ്പ് വടിച്ച് കുപ്പിയിലാക്കി വെക്കും. എന്നിട്ട് ആ കുപ്പിയിലുള്ള വിയർപ്പ് അത് ഏറ്റവും മുന്തിയ സുഗന്ധമായി ഉപയോഗിക്കും. അത് ഔഷധമായി ഉപയോഗിക്കും, സുഗന്ധമായി ഉപയോഗിക്കും. നബി തങ്ങളുടെ വിയർപ്പ് സുഗന്ധമാണ്. നബി തങ്ങളുടെ വിയർപ്പിൻ്റെ സുഗന്ധം അത് ഏത് സുഗന്ധത്തോട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റും? അസാധ്യം. അങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അതിന് വിശേഷപ്പെട്ട സുഗന്ധം ഉണ്ടായിരുന്നു. വിശേഷപ്പെട്ട സുഗന്ധം. മുല്ല പൂത്താൽ, പാല പൂത്താൽ, പാരിജാതം പൂത്താൽ നമുക്കറിയാം ഇത് പൂവിട്ടിട്ടുണ്ടെന്ന്. അതിൻ്റെ വിശേഷപ്പെട്ട ഗന്ധം കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നുപോയാൽ അവിടെ മുഴുവനും സുഗന്ധമായിരിക്കും. ആ സുഗന്ധം ഞങ്ങൾ ആസ്വദിക്കും. ഇങ്ങനെ മാത്രമല്ല, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങളുടെ ഉമിനീര് ഒരു കിണറിൽ നിക്ഷേപിച്ചതിൻ്റെ ഭാഗമായി ആ കിണറിലെ വെള്ളത്തിന് ഏറ്റവും മുന്തിയ സുഗന്ധം ഉണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്രമാണ്, രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെട്ടിത്തിളങ്ങുന്നതായിരുന്നോ? അല്ല. പിന്നെ ഒരു ചന്ദ്രനെ പോലെ എന്നൊക്കെ പറയണത് ഇങ്ങനെ ഉപമിക്കാൻ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നേരത്തെ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു സൂര്യചന്ദ്രൻ എന്ന് പറഞ്ഞത്, വിളക്ക് എന്ന് പറഞ്ഞത്. എന്നാൽ അനസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ പറയുന്ന കാര്യമുണ്ട്. ഞങ്ങൾ ഒരിക്കൽ ഉഹുദിൻ്റെ ചരിവിലിരുന്നു, ഉഹുദിൻ്റെ കുന്നിൻ്റെ ചരിവിലിരുന്നു. ഞങ്ങളുടെ കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉണ്ട്. ഒരു അർദ്ധരാത്രി 14-ാം രാവിൻ്റെ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചുയരുന്നു ഉഹുദിൻ്റെ ചരിവിൽ നിന്ന് ഒരു ഭാഗത്ത്. അപ്പുറത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇരിക്കുന്നു. പൂർണ്ണചന്ദ്രൻ അതിൻ്റെ പൂർണ്ണ ശോഭയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ ഒരു ചെമന്ന തലപ്പാവ് ധരിച്ച് ഒരു കുന്നിൻ്റെ ചരിവിലിരിക്കുന്നു. ഞങ്ങൾ രണ്ട് ദിശയിലേക്കും നോക്കി. ആർക്കാണ് ഏറ്റവും ചന്തം, ഏറ്റവും സൗന്ദര്യം? അപ്പുറത്തിരിക്കുന്ന ഈ ഉയർന്നു പൊങ്ങുന്ന 14-ാം രാവിലെ ഈ പൂർണ്ണ ചന്ദ്രനാണോ ഏറ്റവും ശോഭ? അതോ ഇപ്പുറത്ത് ഈ തലപ്പാവ്, ചെമന്ന തലപ്പാവ് ധരിച്ച് ഈ മലഞ്ചെരിവിലിരിക്കുന്ന പരിശുദ്ധരായ ത്വാഹ റസൂലിനാണോ പൂർണ്ണ ശോഭ? ഞങ്ങൾ താരതമ്യപ്പെടുത്തി. ഒടുവിൽ ഞങ്ങൾ തീർപ്പിലെത്തി. ആ പൂർണ്ണചന്ദ്രനെ തോൽപ്പിക്കുന്ന സൗന്ദര്യമുണ്ട് ഞങ്ങളുടെ ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നബി തങ്ങളുടെ സൗന്ദര്യം. അപ്പൊ വിശേഷപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല. കണ്ടാലും കൊതി തീരാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുഭവിച്ചാലും മതിവരാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ആസ്വദിച്ചാലും മടുപ്പ് വരാത്ത സുഗന്ധം വഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നബി തങ്ങൾ. അതുകൊണ്ട് നബി തങ്ങളുടെ സവിധത്തിൽ നിന്ന്, നബി തങ്ങളുടെ പരിസരത്ത് നിന്ന് സ്വഹാബിമാർക്ക് പോവാൻ മനസ്സ് വന്നില്ല. അവർ നബി തങ്ങളുടെ ചുറ്റും ഇങ്ങനെ സഞ്ചരിച്ചു. സൗബാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കും, നബി തങ്ങളുടെ കൂടെ നടക്കും. എന്നിട്ട് ഒരു ഘട്ടത്തിൽ സൗബാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുത്ത് നിന്ന് പോവാനുള്ള കാരണം എന്താ? വിശുദ്ധ ഖുർആൻ പറയുന്നു, നബി തങ്ങൾക്ക് സ്വകാര്യതയുണ്ട്, നബി തങ്ങൾക്ക് കുടുംബജീവിതമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലായ്പ്പോഴും നബി തങ്ങളുടെ ചുറ്റും നിന്ന് നബി തങ്ങൾക്ക് ശല്യമാവരുത്. അതുകൊണ്ട് അവർ സൗബാൻ റളിയല്ലാഹു അൻഹു സ്വഹാബിമാർ നബി തങ്ങളുടെ സമീപത്ത് നിന്ന് അല്പം മാറി നിൽക്കും. അങ്ങനെ അല്പം മാറി നിന്നാൽ പിന്നെ അവിടെ നിക്കപ്രതി ഉണ്ടാവില്ല. സൗബാൻ ഉടനെ തിരിച്ചു വരും. എന്നിട്ട് നബി തങ്ങളെ കാണും. കണ്ടാൽ വീണ്ടും ഈ ആളൽ എന്താണ്, നബിക്ക് ബുദ്ധിമുട്ടാവുമോ? ഉടനെ തിരിച്ചു പോകും. തിരിച്ചു പോയാൽ വീട്ടിലെത്താൻ സമയം ഉണ്ടാവില്ല. അതിനു മുമ്പ് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരും. എന്നിട്ട് നബി തങ്ങളെ കാണും. അങ്ങനെ കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും സൗബാൻ റളിയല്ലാഹു അൻഹു.
ഒരിക്കൽ നബി തങ്ങൾ ചോദിക്കും, സൗബാൻ എന്ത് പറ്റി, ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, ഇതെന്തിനായി വരുന്നത്? അപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു നബിയോട് പറയും, നബിയെ എനിക്ക് കഴിയുന്നില്ല നബിയെ, അങ്ങയെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നബിയെ. നബി തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കും. അങ്ങനെ ആശ്വസിപ്പിച്ച സൗബാന് അതുകൊണ്ട് മതിയാവൂല. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൺതുറന്ന് കാണും, കണ്ണിറയെ കാണും. എന്നിട്ട് ഈ കണ്ണ് രണ്ടും, അതിന് രണ്ടും അന്ധത വരണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അങ്ങനെ അന്ധനായി മരിച്ചുപോയി സൗബാൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങളെ കണ്ട് കണ്ണ് കുളിർത്ത് ഇനി മറ്റൊരു കാഴ്ചയും എനിക്ക് വേണ്ട എന്ന് നിശ്ചയിക്കുന്നു സഹാബിമാർ. അത്രയ്ക്കും അവർക്ക് നബിയോട് ഇഷ്ടമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. മുആദ് റളിയല്ലാഹു അൻഹു, നബി തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചു. ഇനി യമനിലേക്ക് പോകൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് പോകാൻ ഒരുക്കം കൂട്ടുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, മുആദ്, ഇത് നമ്മുടെ അവസാനത്തെ കാഴ്ചയാണ്, ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണൂല, ഇങ്ങനെ സന്ധിക്കൂല, ഇത് നമ്മുടെ അവസാനത്തെ കാഴ്ച. അതോടുകൂടി മുആദ് റളിയല്ലാഹു അൻഹു തളർന്നു. പിന്നെ മുആദ് റളിയല്ലാഹു അൻഹുവിന് എങ്ങനെ മദീന വിട്ട് പോകാൻ കഴിയും? നമുക്ക് സങ്കല്പിക്കാം. മുആദ് റളിയല്ലാഹു അൻഹു മനസ്സില്ലാ മനസ്സോടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആജ്ഞ, കൽപ്പന അത് ശിരസാ വഹിച്ചുകൊണ്ട് പോവാൻ ഒരുങ്ങി. അങ്ങനെ പോവാൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരുങ്ങുന്ന സമയത്ത് ഒട്ടകത്തിനെ നേരെ നിർത്തിയിട്ട്, പോവേണ്ട ദിശയിലേക്ക് നിർത്തിയിട്ട് മുആദ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് പുറംതിരിഞ്ഞിരുന്നു, പിന്നോട്ട് നോക്കിയിരുന്നു. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മുആദ്, ഇത് എന്തൊരു ഇരുത്തമാണ്, ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്? പോകുന്ന ദിശയിലേക്കല്ലേ, ഒട്ടകം തിരിഞ്ഞു നിൽക്കുന്ന ദിശയിലേക്കല്ലേ കയറി ഇരിക്കേണ്ടത് എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, നബിയെ, എനിക്ക് അങ്ങയെ കാണണം, എൻ്റെ കാഴ്ചവട്ടത്ത് നിന്നും അങ്ങ് മറയുന്നത് വരെ എനിക്ക് അങ്ങയെ കാണണം. അങ്ങനെ കണ്ട് കൊതി തീർന്നില്ല അവർക്ക്. അപ്പം എങ്ങനെയായിരിക്കും അവർ നബി തങ്ങളുടെ ചുറ്റും നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടാവുക? എങ്ങനെയാണ് അവർ പിന്തിരിഞ്ഞ് പോയിട്ടുണ്ടാവുക? ഹൃദയം പിളർക്കുന്ന വേദനയോടെ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ അങ്ങനെയാണ് കണ്ടത്, അനുഭവിച്ചത്. ഇത് നമുക്കൊന്ന് സങ്കല്പിക്കാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ വേദിയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ കാണിക്കുന്ന, അദ്ദേഹത്തെ കാണാൻ നമ്മൾ കാണിക്കുന്ന ഒരു ജാഗ്രത, പിന്നെയും പിന്നെയും കാണാൻ കാണിക്കുന്ന തിക്കും തിരക്കും, അതിൻ്റെ ഒരു ആഗ്രഹം, ഇപ്പോൾ കണ്ട് പിന്നെയും കണ്ട് പിന്നെയും കണ്ടാലും പിന്നെയും കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. അത് സാധാരണ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന നമുക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വ്യക്തി അല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഞാൻ ഈ പറഞ്ഞത് മുഴുവനും നിങ്ങൾ മനസ്സുകൊണ്ട് ഇങ്ങനെ സങ്കല്പിക്കൂ. കണ്ണിൻ്റെ സുഖം, നമ്മുടെ മൂക്കിൻ്റെ സുഖം, നമ്മുടെ ചെവിയുടെ സുഖം, നമ്മുടെ സുഖം, അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖം, ഈ സുഖ സമൃദ്ധിയിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ കഴിയുക? അങ്ങനെ അവർ നബിയെ അനുഭവിച്ചവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ ഇവർ ഇങ്ങനെ മാത്രമല്ല, ഇപ്പം നമ്മളിങ്ങനെ ആകെ പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ 23 വർഷക്കാലം, മക്കയിലെയും മദീനയിലെയും 23 വർഷക്കാലം, ഈ 23 വർഷക്കാലം കൊണ്ട് നബി തങ്ങൾ ഈ സമൂഹത്തെ എങ്ങനെ സമുദ്ധരിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെ സമുദ്ധരിച്ചു എന്നിങ്ങനെ സംസ്കരിച്ചു എന്ന് നമുക്കിങ്ങനെ ഒരു ചിന്തയുണ്ടാവാം. പ്രഭാഷണം കൊണ്ട്, നബി തങ്ങളുടെ ആശയം കൊണ്ട്, നബി തങ്ങളുടെ ഇങ്ങനെ ഈ ഉപദേശം കൊണ്ട് അങ്ങനെ ഇവരെ സമുദ്ധരിച്ചു. അങ്ങനെയല്ല. പ്രഭാഷണവും ഉപദേശവും അതുമാത്രമല്ല, നബി തങ്ങളുടെ സാമീപ്യം കൊണ്ട്, നബി സാമീപ്യം കൊണ്ട് സമുദ്ധരിക്കപ്പെട്ട, സംസ്കരിക്കപ്പെട്ടവരുടെ പേരാണ് സ്വഹാബ. അതുകൊണ്ട് അത് മറ്റാർക്കും കിട്ടില്ല. നബി തങ്ങളുടെ ഉപദേശം നമ്മുടെ മുമ്പിലുണ്ട്, നബി തങ്ങളുടെ വചനം നമ്മുടെ മുമ്പിലുണ്ട്, നബി തങ്ങൾ പഠിപ്പിച്ച പാഠം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വഹാബിയാവാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും മികച്ച മനുഷ്യരാവാം, ഏറ്റവും മികച്ച അള്ളാഹുവിൻ്റെ അടിമകളാവാം. എത്ര തന്നെ വന്നാലും, എത്ര തന്നെ സാഹസപ്പെട്ടാലും, എത്ര തന്നെ ജീവിതം സമർപ്പിച്ചാലും പരിശുദ്ധ ത്വഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം അനുഭവിച്ച ഒരു സ്വഹാബിയുടെ സ്ഥാനത്തേക്ക് ഒരാൾക്ക് ഉയരുക സാധ്യമല്ല. എന്താണ് അതിൻ്റെ വിശേഷം? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം. ആ സാമീപ്യം കൊണ്ടൊരാൾ, മറ്റൊരു ഗുണവിശേഷം വേണ്ട. നേരത്തെ നമ്മൾ പ്രതിപാദിച്ച വഹ്ശി റളിയല്ലാഹു അൻഹു, ആ വഹ്ശി റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് കയറി വരുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിക്കൂ. എങ്ങനെയായിരിക്കും നമ്മൾ സ്വീകരിക്കുക? ആരാണ് വഹ്ശി? നബി തങ്ങൾ വഹ്ശിയോട് മക്കം ഫതഹിൻ്റെ സമയത്ത് പാത്തു പതുങ്ങി ഇങ്ങനെ പേടിച്ച് വിറച്ച് പമ്മി വരുന്ന വഹ്ശിയോട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, വഹ്ശി, ദയവ് ചെയ്ത് ഇനി വഹ്ശി എൻ്റെ മുമ്പിലേക്ക് വരരുത്. അങ്ങനെ ഒരാളോടും നബി തങ്ങൾ പറയൂല. എന്തുകൊണ്ട് വഹ്ശിയോട് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു?
വഹ്ഷിയെ കാണുമ്പോഴൊക്കെയും ഞാൻ എൻ്റെ ഹംസയെ ഓർക്കും. ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണഭൂമിയിൽ ശരീരം മുഴുവനും പിച്ചി ചീന്തി എറിയപ്പെട്ട, ആന്തരാവയവങ്ങൾ എടുത്ത് പുറത്തേക്കിട്ട, അത് മുഴുവനും കടിച്ചു തുപ്പിയ, അങ്ങനെ ചിത്രവധം ചെയ്യപ്പെട്ട് ലോകത്തിന്റെ മുഴുവൻ മുന്നിലും ഏറ്റവും വലിയ വേദനയായി നിന്ന ഹംസ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ കരളിന്റെ കഷ്ണമാണ്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് ഓർക്കും വഹ്ഷിയെ കണ്ടാൽ. അങ്ങനെ വരുമ്പോൾ ഞാൻ വേദനിച്ചു പോകും, ഞാൻ കരഞ്ഞു പോകും. അതുകൊണ്ട് വഹ്ഷി ദയവ് ചെയ്ത് എൻ്റെ മുമ്പിലേക്ക് വരരുത് എന്ന് വഹ്ഷി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ആ വഹ്ഷി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വരട്ടെ, നമ്മൾ എങ്ങനെയായിരിക്കും വഹ്ഷി റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കുക? അനസ് റളിയല്ലാഹു അൻഹുവിനെ കാലങ്ങൾക്ക് ശേഷം ഏറ്റവും അധികം കാലം ജീവിച്ച ഒരു സഹാബി വര്യനാണ് അനസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ വീട്ടിൽ നബി തങ്ങളുടെ പരിചാരകനായി കൊച്ചു കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെയും നബി തങ്ങളുടെ വീട്ടിൽ ജീവിച്ച അനസ് റളിയല്ലാഹു അൻഹു ഏതാണ്ട് 100 വയസ്സോളം കാലം ജീവിച്ച് മരണമടഞ്ഞു, വഫാത്തായി. ആ അനസ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോഴൊക്കെ ആ കാലത്ത് ജീവിച്ചിരുന്നവർ എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ കാണാത്തവർ, നബി തങ്ങളെ സ്പർശിക്കാത്തവർ, അവർ അനസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടാൽ കൈപിടിച്ച് ഉമ്മ വയ്ക്കും. എന്നിട്ട് പറയും, നബി തങ്ങളെ സ്പർശിച്ച കൈയാണിത്, നബി തങ്ങളെ കണ്ട കണ്ണാണിത്, നബി തങ്ങളുടെ സാമീപ്യം സിദ്ധിച്ച ശരീരമാണിത് എന്ന് പറഞ്ഞ ആ ശരീരത്തിൽ നിറയെ ചുംബിക്കും. അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ട, നേർക്കുനേരെ കണ്ട സ്വഹാബിമാരെ കണ്ടവരെ, ഇനി ശേഷം വന്നവർ, അവരെ സ്പർശിച്ചവർ നബിതങ്ങൾ കണ്ടവരല്ല, നബിതങ്ങളെ സ്പർശിച്ചവരല്ല, നബിതങ്ങളെ സ്പർശിച്ചവരെ സ്പർശിച്ച് കണ്ട് സായുജ്യമടയും. അങ്ങനെയെങ്കിലും ഒന്ന് നബിതങ്ങളോട് ഒരു അടുപ്പം ഉണ്ടാവാൻ വേണ്ടി. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത്രയും വിശേഷമുണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നബിതങ്ങളുടെ ശരീരം നേരത്തെ ഞാൻ പറഞ്ഞു, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പൊടിഞ്ഞ് പുറത്തേക്ക് പോകുന്ന വിയർപ്പിൻ്റെ വിശേഷം, ഈ വിയർപ്പിൻ്റെ വിശേഷം അറിയുന്ന സ്വഹാബി വര്യന്മാർ അതിനോട് പുലർത്തുന്ന ഒരു മര്യാദയുണ്ട്. അത് കയ്യിൽ സ്വീകരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു ധൃതി, വേഗത, ആ വേഗത കണ്ടിട്ടാണ് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നതെന്ന് അബൂ സുഫിയാൻ്റെ ഇസ്ലാമാശ്ലേഷണവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരുന്നത് മക്കം ഫത്തഹിന് ശേഷമാണ്. നബിതങ്ങളും സഹാബികളും മക്കയിലേക്ക് തിരിച്ചു വന്നു. അതുവരെ അബൂ സുഫിയാൻ ഇസ്ലാമിനെതിരെയാണ്. ബദറിൻ്റെ കാരണക്കാരൻ, ഉഹദിൻ്റെ കാരണക്കാരൻ, ഹന്തക്കിൻ്റെ കാരണക്കാരൻ, ഇസ്ലാമിൻ്റെ ഒരുപാട് തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട എല്ലാ പ്രശ്നങ്ങളുടെയും, മക്കക്കാരിൽ നിന്നുണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെയും കേന്ദ്രബിന്ദു എന്താണ് എന്ന് ചോദിച്ചാൽ അത് അബൂ സുഫിയാനാണ്. അബൂ ജഹലിന് ശേഷം അബൂ ജഹൽ ബദറിൽ അവസാനിച്ചല്ലോ, അബൂ സുഫിയാൻ അവസാനിച്ചില്ലല്ലോ. ആ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അബൂ സുഫിയാനും അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നബി തങ്ങളുടെ ചുറ്റും നിന്ന് തിരക്ക് കൂട്ടുന്ന സഹാബിമാർ. അപ്പോൾ അബൂ സുഫിയാൻ ചോദിക്കും അബ്ബാസ് റളിയല്ലാഹുവിനോട്, എന്താ ഈ കാണുന്നത്? എന്തിനാ ഇവരിങ്ങനെ തിരക്ക് കൂട്ടുന്നത്? തിക്കും തിരക്കും കൂട്ടുന്നത് എന്തിനാ? നബിതങ്ങളുടെ ശരീരത്തിൽ ഉളു എടുക്കുമ്പോൾ നബിതങ്ങളുടെ ശരീരത്തിൽ നിന്ന് സ്പർശിച്ച് പുറത്തേക്ക് തെറിച്ചു പോകുന്ന വെള്ളത്തുള്ളികൾ ഓരോരുത്തരുടെയും കയ്യിൽ സ്വീകരിക്കാൻ വേണ്ടി അവർ തിരക്ക് കൂട്ടുന്നു. നബിതങ്ങളെ സ്പർശിച്ച് പുറത്തേക്ക് തെറിച്ച വെള്ളത്തുള്ളി ഒന്ന് തൊട്ട് കിട്ടാൻ വേണ്ടി, അത് ദേഹത്ത് പുരട്ടാൻ വേണ്ടി, അത് ഉപയോഗിക്കാൻ വേണ്ടി, അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി, ഇതിനു വേണ്ടി തിരക്ക് കൂട്ടുന്നു സഹാബിമാർ. ഇത് കാണുമ്പോൾ അബൂ സുഫിയാന് കൗതുകം ഉണ്ടാവുന്നു, അത്ഭുതം ഉണ്ടാവുന്നു. എന്താണ് അതിനു മാത്രം വലിയ വിശേഷം എന്ന ആലോചനയിൽ നിന്ന് അബൂ സുഫിയാൻ ഒടുക്കം തീരുമാനിക്കുന്നു, ഇസ്ലാമാണ് ശരി, അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് വിശ്വാസി അല്ലാത്ത അബൂ സുഫിയാനിൽ നബിതങ്ങളുടെ ഈ ശരീരത്തിൻ്റെ ശിഷ്ടത്തോട് കാണിക്കുന്ന സ്നേഹം കൊണ്ട്, ബഹുമാനം കണ്ടുകൊണ്ട് അതിൽ ആകൃഷ്ടനാകുന്നു അബൂ സുഫിയാൻ എന്നാണ് നമ്മൾ ഇവിടെ നിന്ന് വായിക്കേണ്ടത്. ഇത് മാത്രമാവില്ല, കാരണങ്ങൾ പലതും ഉണ്ടാവാം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ സന്ദർഭത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവസ്ത്രം, നബിതങ്ങളുടെ വസ്ത്രം, കമീസ്, അത് ആയിഷ ബീവി വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. ആയിഷ ബീവിയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹ അതിനെക്കുറിച്ച് പറയുന്നത്, ഞങ്ങൾ ഏത് സന്ദർഭത്തിൽ എന്ത് അസുഖം ഉണ്ടായാലും ഞങ്ങൾ ഈ കമീസ്, ഈ വസ്ത്രം അതെടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം ഞങ്ങൾ കുടിക്കും, ആ വെള്ളം കൊണ്ട് ഞങ്ങൾ കുളിക്കും. നബിതങ്ങൾ ഒരിക്കൽ ധരിച്ചു പോയ വസ്ത്രത്തിൻ്റെ വിശേഷമാണ് ഇത്. ആരാ പറയണറിയോ? ബീവി അസ്മാ റളിയല്ലാഹു അൻഹ. ആരാണ് അസ്മാ ബീവി എന്നറിയോ?
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ട് നേരെ ചെന്നത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാണ്. വീട്ടിൽ വന്നിട്ട് ഉമ്മു ഉമാറ, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉമ്മു റുമാന, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യയായ ഉമ്മു റുമാനയോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു. ഇസ്ലാമിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി, നബിതങ്ങളെ പരിചയപ്പെടുത്തി. എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ശങ്കിച്ചു നിന്നു, സംശയിച്ചു നിന്നു ഉമ്മു റുമാന. എന്നാൽ ഒരു സംശയവും ഇല്ലാണ്ട് ആ സമയത്ത് ഇസ്ലാം പ്രഖ്യാപിച്ചയാളാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. ഇനിയുണ്ട് ഇരട്ടപ്പട്ടക്കാരി എന്ന പേരിൽ ഖ്യാതി നേടിയ അസ്മാ ബീവി. അബൂജഹലിന്റെ അടി കൊണ്ടിട്ട് കാതിലെ ഈ കമ്മൽ ഊരി തെറിച്ചു പോയ അസ്മാ ബീവി. നബിതങ്ങൾക്ക് എന്താണോ ആഗ്രഹം, ആ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. ഈ അസ്മാ ബീവിയാണ് ഈ നബിതങ്ങളുടെ വസ്ത്രം എടുത്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് അത് വെള്ളത്തിൽ മുക്കി ആ വെള്ളം ഉപയോഗിക്കാറുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത്. ആയിഷ ബീവിയാണ് ഇത് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു തരുന്നത്. ഈ സ്വഹാബി വര്യന്മാർ മുഴുക്കയുമാണ്. ഇത് ഇനിയും ധാരാളം കാണാൻ പറ്റും. നബിതങ്ങൾ സ്പർശിച്ച ഒന്നിനോട് അവർ പുലർത്തിയിരുന്ന മര്യാദ, ബഹുമാനം. നബിതങ്ങൾ ഒരിക്കൽ ഒന്ന് തൊട്ടു. അങ്ങനെ തൊട്ടു എന്നതിൻ്റെ പേരിൽ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു, അബൂ മഹ്ദൂറ 16 വയസ്സുള്ള ഒരു യുവാവായിരുന്നു. അദ്ദേഹം മക്കം ഫത്ഹ് വന്ന സമയത്ത് മക്കയിൽ ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് നടക്കുന്ന ഒരു യുവാവ്. അങ്ങനെ ബാങ്ക് കൊടുത്തുകൊണ്ട്, കളിയാക്കി ബാങ്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കും. ഇത് സഹിക്കാൻ കഴിയാതെ നബിതങ്ങളുടെ അടുത്ത് വന്നിട്ട് സഹാബിമാർ പരാതി പറഞ്ഞു, നബിയെ, ഈ അബൂ മഹ്ദൂറയെ കൊണ്ട് സഹിക്കാൻ വയ്യ, കാണുന്നിടത്ത് വെച്ചൊക്കെ ഇങ്ങനെ ശല്യം ചെയ്യാണ്, ബാങ്ക് കൊടുത്ത് കളിയാക്കുന്നു എന്ന് പറഞ്ഞു. അബൂ മഹ്ദൂറയെ നബിതങ്ങൾ വിളിച്ചു. അബൂ മഹ്ദൂറ പേടിച്ചാ വരുന്നത് നബിതങ്ങളുടെ അടുത്തേക്ക്. കാരണം പഴയ കാലമല്ല, മക്ക ഇസ്ലാമിൻ്റെ അധീനതയിൽ വന്നിട്ടുണ്ട്, നബിതങ്ങൾ വലിയ ശക്തിയായിട്ടുണ്ട്. അപ്പോൾ അബൂ മഹ്ദൂറയ്ക്ക് നേരെ ശിക്ഷാ നടപടി ഉണ്ടാകും എന്ന് കരുതി പേടിച്ച് വരുന്ന അബൂ മഹ്ദൂറയോട് നബിതങ്ങൾ നെഞ്ച് തടവിയിട്ട് പറയും, അബൂ മഹ്ദൂറ ബാങ്കൊന്ന് കൊടുക്കുമെന്ന് പറയും. അബൂ മഹ്ദൂറ ബാങ്ക് കൊടുക്കും, മനോഹരമായി ബാങ്ക് കൊടുക്കും. നബിതങ്ങൾ പറയും, ഏറ്റവും മനോഹരമായിരിക്കുന്നു അബൂ മഹ്ദൂറ, നിങ്ങൾ മക്കയിലെ സ്ഥിരം ബാങ്ക് വിളിക്കാരനാണ്. അബൂ മഹ്ദൂറ ഇസ്ലാം സ്വീകരിക്കും. നബിതങ്ങൾ തലയിലൊന്നിങ്ങനെ തടവി കൊടുക്കും. ഈ നബിതങ്ങൾ തടവിയ ഈ തല, നബിതങ്ങൾ സ്പർശിച്ച ഈ തലമുടി, പിന്നീട് അബൂ മഹ്ദൂറ മരിക്കുവോളം ഈ മുടി മുറിച്ചില്ല. ഒന്നിങ്ങനെ കുനിഞ്ഞാൽ മുടി നിലം മുട്ടുമായിരുന്നു. അങ്ങനെ ആ നബിതങ്ങളുടെ സ്പർശനമേറ്റ ഈ മുടിയുമായി അങ്ങനെ എനിക്ക് പോകണം എന്ന് വിചാരിച്ചു അവർ. അങ്ങനെ അള്ളാഹുവിനെ കണ്ടെത്തണം, അങ്ങനെ ഖബറിലൂടെയുള്ള യാത്ര നടത്തണം എന്ന് ഈ സ്വഹാബിമാർ വിചാരിക്കുന്നു. നബിതങ്ങളുടെ ഈ തിരുകേശം അത് സൂക്ഷിച്ചു വെച്ച പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, പ്രഗത്ഭരായ പണ്ഡിതന്മാർ. അത് വഫാത്തിൻ്റെ സമയത്ത് കൂടെ മരിച്ച സമയത്ത് കഫംപുടവയ്ക്കകത്ത് സൂക്ഷിച്ചുകൊണ്ട് ഖബറിലേക്ക് വെക്കാൻ വേണ്ടി നിർദ്ദേശിച്ചവർ. നബിതങ്ങളുടെ വസ്ത്രം, അതിനെക്കുറിച്ച് സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിതങ്ങളൊരു സ്ത്രീ സമ്മാനമായിട്ട് കൊടുത്തു. ഒരു വളരെ മനോഹരമായൊരു വസ്ത്രമായിരുന്നു. ആ വസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കത് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു നബിയോട്, വളരെ ഭംഗിയായിട്ടുണ്ട് നബിയെ, വളരെ രസമുണ്ട് ഈ വസ്ത്രം, നബിതങ്ങൾക്ക് നല്ല ചേർച്ചയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹാബി, നബിയെ ഇത് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ തരുമോ എന്ന് ചോദിച്ചാൽ അത് നബിതങ്ങൾ കൊടുക്കും എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സഹാബിമാർ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തോട് പഴി പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയായില്ല. നബിതങ്ങൾക്ക് ആ വസ്ത്രം നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ് നബിതങ്ങൾ ആ വസ്ത്രം ഉടനെ ധരിച്ചത്. എന്നിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നിങ്ങളത് ചോദിക്കാൻ പാടില്ലായിരുന്നു, ചോദിച്ചാൽ നബി അത് തരുന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ലേ. നബിതങ്ങൾ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വസ്ത്രം മാറ്റിയിട്ട് ഈ വസ്ത്രം നേരെ ആ സ്വഹാബിക്ക് കൊടുത്തയച്ചു. സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇതെനിക്ക് ധരിക്കാൻ വേണ്ടിയല്ല, ഇതെനിക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കഫംപുടവയായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് എനിക്ക് ഈ വസ്ത്രം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ധരിച്ച ഒരു വസ്ത്രം അത് തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ട് സ്വീകരിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് സ്പർശിക്കാൻ വേണ്ടി സ്വഹാബിമാർ കാണിക്കുന്ന ചില നാടകീയമായ രംഗങ്ങൾ ധാരാളം കാണാം. സവാദ് റളിയല്ലാഹു അൻഹു പിന്നെ ഉഹുദിൽ വെച്ച് കാണിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, ബദറിൽ വെച്ച് കാണിക്കുന്ന ഒരു സന്ദർഭം. സമാനമായി ഉക്കാശ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ വഫാത്തിനോടനുബന്ധമായ സമയത്ത്, നബിതങ്ങൾക്ക് നടക്കാൻ പോലും വയ്യാത്തൊരു സമയത്ത്, രണ്ടുപേരുടെ ചുമലിൽ കൈവച്ചിട്ട് മദീന പള്ളിയിലേക്ക് അവസാനമായി കടന്നു വരുന്ന ഒരു സമയത്ത് ഉക്കാശ റളിയല്ലാഹു അൻഹു നബിയോട് പറയും, എനിക്ക് നബിയെ അങ്ങുമായി ഒരു കണക്ക് തീർക്കാനുണ്ട്. അങ്ങനെ ആ കണക്ക് തീർക്കാൻ വേണ്ടി നബി തങ്ങളോട് പ്രതിക്രിയ ചെയ്യണം, അതിനുവേണ്ടി അങ്ങയുടെ വസ്ത്രം ഒന്ന് ഉയർത്തി തരണം, അങ്ങ് എന്നെ
വസ്ത്രമില്ലാത്ത എൻ്റെ വയറിൽ തല്ലിയിട്ടുണ്ട്, അതിന് പകരം നബിതങ്ങളുടെ വയറ്റിലും എനിക്ക് തല്ലണം. ഉക്കാശ റളിയല്ലാഹു അൻഹു. എന്നിട്ട് നബിതങ്ങളുടെ വസ്ത്രം ഉയർത്തി നബിതങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ ആ വയറിൽ ഇങ്ങനെ ചേർന്ന് ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. എപ്പോൾ എന്നറിയോ? വഫാത്തിനോടനുബന്ധമായി രോഗം പിടിപെട്ട് നടക്കാൻ കഴിയാതെ രണ്ടുപേരുടെ സഹായത്തോടു കൂടി നടന്നു വരുന്ന സമയത്ത് കാണിക്കുന്ന നാടകീയമായ രംഗം. എനിക്ക് പ്രതിക്രിയ ചെയ്യാനല്ല, എനിക്ക് അങ്ങയുടെ ശരീരവുമായി എൻ്റെ ശരീരം ഒന്ന് സ്പർശിക്കാനാണ്, എനിക്കിത് മതി. അങ്ങനെ ഒന്ന് നബിതങ്ങളുടെ ശരീരവുമായി സ്പർശിക്കാൻ സ്വഹാബിമാർ കാണിച്ച ചില സന്ദർഭങ്ങൾ കാണാം. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു, നബിതങ്ങൾ വഫാത്തായ നബിതങ്ങളെ മറവ് ചെയ്യുന്ന സമയമാണ്. തിരുശരീരം മറവ് ചെയ്യുന്നു. ഖബർ ഷരീഫിലേക്ക് വെച്ചതിന് ശേഷം മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറയാണ്, എൻ്റെ മോതിരം ആ ഖബറിലേക്ക് വീണു പോയിട്ടുണ്ട്, ആ മോതിരം എനിക്ക് എടുക്കണം. എല്ലാവരും വഴി മാറി കൊടുത്തു. മുഗീറ റളിയല്ലാഹു അൻഹു നേരെ ഖബറിൽ ഇറങ്ങി എന്നിട്ട് അദ്ദേഹം കയറിപ്പോന്നു. എല്ലാവരും കരുതിയത് മുഗീറയുടെ കയ്യിൽ നിന്നും വീണുപോയ മോതിരം ഖബറിൽ നിന്ന് തിരിച്ചെടുത്തു എന്നാ. ശേഷം മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു മോതിരം തന്നെ ഉണ്ടായിരുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് മോതിരം ഖബറിലേക്ക് വീണിട്ടുമില്ല, പിന്നെ എന്തിനായിരുന്നു? അവസാനമായി എനിക്കെൻ്റെ നബിയെ ഒന്ന് സ്പർശിക്കണം, അതിനാരാണ് എനിക്ക് അവസരം തരിക? അതിനെൻ്റെ മുമ്പിൽ വേറെ ഒരു വഴിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ്, എൻ്റെ കയ്യിലെ മോതിരം വീണുപോയി എന്ന്. അങ്ങനെ നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചു. നബി സ്നേഹം അതിനെ ആരും വിലക്കിയില്ല. അങ്ങനെ ചെയ്യരുതായിരുന്നു, അങ്ങനെ ചെയ്തതിന് നേരെ ആരെങ്കിലും പഴി പറഞ്ഞില്ല. ഇങ്ങനെ സ്വഹാബിമാർ നബിതങ്ങളെ അവസാനത്തെ സന്ദർഭത്തിലും കാണാൻ വേണ്ടി കൊതിച്ചു, സ്പർശിക്കാൻ വേണ്ടി കൊതിച്ചു. നബിതങ്ങൾ കൊടുത്തത് അതങ്ങനെ കരുതലോടെ സൂക്ഷിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശന്നിരിക്കും, എന്നും പട്ടിണിയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ കഴിഞ്ഞുകൂടുന്ന ഒരു വേളയിൽ ഒരിച്ചിരി ഈത്തപ്പഴം കിട്ടി. ഈ ഈത്തപ്പഴവുമായി നേരെ നബിതങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, എനിക്ക് എപ്പോഴും പട്ടിണിയാണല്ലോ, ഈ മുഴുപ്പട്ടിണിക്ക് ഒരാശ്വാസമാവട്ടെ. നബിതങ്ങൾ ഈ ഈത്തപ്പഴം എടുത്ത് അതിലേക്ക് ഇങ്ങനെ ഊതി ആ ഈത്തപ്പഴം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ ഈത്തപ്പഴം കയ്യിൽ കിട്ടിയതിന് ശേഷം നബിതങ്ങളുടെ നിർദ്ദേശപ്രകാരം അതൊരു തുകൽ സഞ്ചിയിൽ സൂക്ഷിച്ചു, ഒരു തോൽപാത്രത്തിൽ സൂക്ഷിച്ചു. അത് അരയിൽ അരപ്പട്ടയോടൊപ്പം ബന്ധിപ്പിച്ചു. നബിതങ്ങൾ പ്രത്യേകം പറഞ്ഞു, അബൂ ഹുറൈറ, അതിൽ നിന്ന് അവസാനത്തെ ഈത്തപ്പഴവും നീ എടുത്ത് കഴിക്കരുത്. അത് ആവശ്യമുള്ള സമയത്ത്, വിശക്കുന്ന സമയത്ത് 1, 2, 3 ഒക്കെ ആയിട്ട് ആവശ്യത്തിന് കുറേശ്ശെ മാത്രം എടുക്കുക. ഈ തോൽപാത്രം പൂർണ്ണമായും അതിൽ നിന്ന് ഈത്തപ്പഴം എടുക്കരുത് എന്ന് എന്നോട് നബിതങ്ങൾ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത് തൻ്റെ അരപ്പട്ടയിൽ ബന്ധിപ്പിച്ച് ജീവിതകാലം ഇങ്ങനെ കൊണ്ടു നടന്നു. നബിതങ്ങൾ വഫാത്തായി. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് കലാപകാരികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു. അങ്ങനെ വധിക്കപ്പെട്ട ആ കലാപ സമയത്ത്, ആ ബഹളത്തിൻ്റെ ഇടയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരഞ്ഞു നടന്നു. അപ്പോൾ സ്വഹാബിമാർ, കൂടെയുള്ള അനുചരന്മാർ ചോദിച്ചു, സുഹൃത്തുക്കൾ ചോദിച്ചു, എന്തിനാ അബൂ ഹുറൈറ അങ്ങനെ കരയുന്നത്? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയണേ, എനിക്ക് ഇന്ന് 2 ദുഃഖമുണ്ട്. ഒന്ന്, അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സങ്കടം. എൻ്റെ രണ്ടാമത്തെ സങ്കടം, ആ തിരക്കിനിടയിൽ, ആ ബഹളത്തിനിടയിൽ എൻ്റെ അരപ്പട്ടയിൽ നിന്നും ആ തുകൽപാത്രം നഷ്ടപ്പെട്ടു. ഞാൻ അവിടെ മുഴുവനും തെരഞ്ഞു, അത് കിട്ടിയില്ല. ഇങ്ങനെ നിങ്ങൾക്കൊക്കെ ഒരു ദുഃഖമുള്ള ഈ സമയത്ത് എനിക്ക് 2 ദുഃഖമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തൊട്ടതിൻ്റെ പേരിലുണ്ടായ വിശേഷമാണത്. അപ്പോൾ നബിതങ്ങളെ എങ്ങനെയാണ് ഈ സ്വഹാബിമാർ കണ്ടത് എന്ന് നിങ്ങൾ നോക്കൂ. ആരാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ഏറ്റവും നന്നായി പഠിച്ചവരും അനുഭവിച്ചവരുമാണ് ഈ സ്വഹാബാക്കൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് സർവ്വതുമായിരുന്നു. അതുകൊണ്ട് അവർ മരണത്തെ മുഖാമുഖം കണ്ട സന്ദർഭങ്ങളിലൊക്കെ അവർ സന്തോഷിച്ചു, ആഹ്ലാദിച്ചു. എവിടെയൊക്കെ മരണശയ്യയിൽ കിടന്ന് ചിരിക്കും, അവർ ആഹ്ലാദിക്കും, സന്തോഷിക്കും. മരണത്തെ മുഖാമുഖം കാണും. ആ സമയത്ത് അമ്മാർ റളിയല്ലാഹു അൻഹു ചിരിക്കും. 94-ാമത്തെ വയസ്സിലാണ് അമ്മാർ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത്, രക്തസാക്ഷിയാവുന്നത്. അപ്പം ചിരിക്കും.
യുദ്ധഭൂമിയിൽ കിടന്ന് ശരീരം മുറിവ് പറ്റി രക്തം വാർന്ന് മരണം മുഖാമുഖം കാണുന്ന സമയത്ത് അമ്മാർ റളിയല്ലാഹു അൻഹു ചിരിക്കുന്നു. അപ്പോൾ കൂടെയുള്ളവർ ചോദിക്കും, എന്തിനെങ്ങനെ ചിരിക്കുന്നത്? മരിക്കാൻ പോകുമ്പോൾ ചിരിക്കുക. അപ്പോൾ ഈ സ്വഹാബി പറയും, എനിക്ക് എൻ്റെ ഹബീബിനെ കണ്ടുമുട്ടാൻ സമയമായല്ലോ. വേദന മറന്ന് അവർ സന്തോഷം കൊണ്ട് ചിരിക്കും. ഇത് ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലും കാണാം. ഒരുപാട് സ്വഹാബിവര്യന്മാർ മരണം ഇങ്ങനെ ആസന്നമാവുന്ന സമയത്ത് അവർ ആഹ്ലാദത്തോടുകൂടി നബിയെ കാണാലോ, ഞാൻ എൻ്റെ നബിയുടെ അടുത്തേക്കാണല്ലോ ചെല്ലുന്നത് എന്നതിനെക്കുറിച്ചോർത്ത് സന്തോഷിക്കുമായിരുന്നു എന്നാണ്. അപ്പം നബിതങ്ങളോടുള്ള അവരുടെ ഇഷ്ടം കൂടിയാണ് അത് എന്ന് ഇങ്ങനെ ഓർത്തു വെക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്. സ്വഹാബിവര്യന്മാരിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. നബിതങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നബിതങ്ങളെ അറിയണം എന്നാണ് അതിൻ്റെ അർത്ഥം. നബിതങ്ങളെ അറിഞ്ഞാലേ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ. നബിതങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം. നബിതങ്ങളോടുള്ള ഇഷ്ടം വർദ്ധിക്കാൻ നബിതങ്ങളെ പിന്നെയും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള വഴി നമ്മൾ അന്വേഷിക്കുക. അങ്ങനെ നബിതങ്ങളെ അറിയുമ്പോൾ അഗാധമായി നമുക്ക് നബിയോടുള്ള ഒരു സ്നേഹം ഉണ്ടാവും. അങ്ങനെ സ്നേഹം ഉണ്ടായാലോ, നബിതങ്ങളെ അഗാധമായി സ്നേഹിച്ചാലോ, നബിതങ്ങളെ സ്നേഹിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ. വേറെ ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല.